എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് UDF അനുകൂലമായ നിഗമനമാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത്. 70 മുതൽ 80 വരെ സീറ്റിൽ UDF കേരളത്തിൽ 70 to 80 മുതൽ 68 വരെ. അതെ, ടൈറ്റ് ആണ്. ന്യൂസ് 18 സർവേ റിസൾട്ട് പ്രകാരം ഈ പരമാവധി 80 സീറ്റുകൾ വരെ നേടാം. BJP 0 മുതൽ 4 സീറ്റുകൾ ഓപ്പൺ ചെയ്തേക്കാം. ഇതാണ് ചിത്രം. LDF 58 മുതൽ 68 വരെ, UDF 70 മുതൽ 80 വരെ, NDA പരമാവധി 4 സീറ്റ്. ഇപ്പോൾ പുറത്തുവരുന്ന കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ഏജൻസിയുടെ, ആദ്യത്തെ ഒരു മാധ്യമത്തിന്റെ ഏജൻസിയുടെ റിസൾട്ട് പ്രകാരം UDF എഡ്ജാണ്. 70 മുതൽ 80 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളതാണ്. 70 to 80, പക്ഷെ അത് നിർണായകമാണ്. 70 വളരെ പ്രധാനപ്പെട്ടതാണ്. കുറഞ്ഞത് 70, കൂടിയത് 80. അപ്പോൾ ഒരു സീറ്റിലും ജയിക്കാമെന്നുള്ളതാണ്. അപ്പോഴും 58 മുതൽ 68 വരെ LDF പിടിക്കുമെന്ന് ഈ സർവേ ഭരണവിരുദ്ധ വികാരമല്ല, മറ്റു ഫാക്ടേഴ്സ്, മൈനോറിറ്റി ഇത് വളരെ യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു എക്സിറ്റ് പോൾ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ആദ്യം മുതൽ പറയുന്നത് ഇത് തന്നെയാണ്. കേരളത്തിൽ ഏത് മുന്നണി ജയിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ക്ലീൻ സ്വീപ്പ് എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല. ആദ്യത്തെ കണക്ക് ന്യൂസ് 18 സർവേ റിസൾട്ട് കേരളവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ റിസൾട്ട്. 140 പരമാവധി 80 സീറ്റുകൾ വരെ, കുറഞ്ഞത് 70 സീറ്റുകൾ എന്നുള്ളതാണ്. അത് 100 സീറ്റിലേക്ക് അടുക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയല്ല, ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിന്റെ സൂചനയാണ് ന്യൂസ് 18 എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുന്നത്. 70 മുതൽ 80 സീറ്റുകൾ വരെ UDF നേടിയേക്കാം. 58 മുതൽ 68 വരെ എന്ന് വെച്ചാൽ മാക്സിമം 68, കേവല ഭൂരിപക്ഷത്തിന് 3 സീറ്റുകൾക്ക് താഴെ എന്ന് വെച്ചാൽ 2011 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതൊക്കെയാണ് കൃത്യമായി ഏകദേശം എത്തിയത് എന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. അത് നമുക്ക് പരിശോധിക്കണം. പക്ഷെ നോക്കൂ, നെറ്റിനൊക്കെ കഴിഞ്ഞ തവണ 4 ഏജൻസി പ്രവചിച്ചിട്ടും ക്ലീൻ സ്വീപ്പാണ് കേരളത്തിൽ ഉണ്ടായത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമാണ്. 6 തുടർഭരണമാണ് പ്രവചിച്ചത്. 6 തുടർഭരണമാണ് പ്രവചിച്ചത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നെക്ക് ടു നെക്ക് ആണ് ആദ്യത്തെ ഏജൻസിയുടെ സൂചന വരുന്നത്.